തമിഴ്നാട്ടിലെ പാമ്പൻ പാലം പോലെ കേരളത്തിനും ഒരു പാലമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററായ ഈ ഒരു സ്പോട്ട് കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വേമ്പനാട് കായലിന് കുറുകെയാണുള്ളത്. ഞാനിന്നുള്ളത് തണ്ണീർമുക്കം ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും മറുഭാഗത്ത് ശുദ്ധജലവുമായി വേമ്പനാട് കായലിനെ വിഭജിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബണ്ട് നിർമ്മിച്ചത്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അപ്പർ ലോവർ കുട്ടനാട്ടിലെ നെൽകൃഷിയെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. ബണ്ട് വരുന്നതിന് മുന്നേ കുട്ടനാട്ടിൽ രണ്ട് കൃഷിയെ നടത്താൻ പറ്റുകയുള്ളായിരുന്നു. കടലിൽ നിന്ന് ഓരുവെള്ളം കായലിലൂടെ ഈ പാടങ്ങളിൽ എത്തുന്നതുകൊണ്ട് മൂന്നാമത്തെ കൃഷിക്ക് സാധ്യതയില്ലായിരുന്നു. ബണ്ട് നിർമ്മിച്ചതോടെ ആ തടസ്സം മാറിക്കിട്ടി. കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ആലപ്പുഴ ജില്ലയുടെ തണ്ണീർമുക്കത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് 1.5 കിലോമീറ്റർ നീളമുള്ള ഈ ബണ്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1974 ആയിരുന്നു. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇടയ്ക്ക് വെച്ച് സാമ്പത്തിക ഞെരുക്കം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ കൃഷിക്കാരുടെ സഹായത്തോടെ ചെളി കൊണ്ട് ബണ്ടിന്റെ ഒരു ഭാഗം ഉണ്ടാക്കിയാണ് പണി പൂർത്തിയാക്കിയത്. ആകെ 90 ഷട്ടറുകളാണ് ഈ ബണ്ടിനുള്ളത്. ഒരു വശത്തെ കൃഷിക്കാർക്ക് ഈ ബണ്ട് സഹായമാണെങ്കിലും ഇതുമൂലം കുറേയേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീനുകളുടെ ലഭ്യത കുറഞ്ഞു, വെള്ളം കെട്ടിക്കിടന്ന് രോഗാണുക്കൾ പെരുകി. ബണ്ടിന്റെ ഷട്ടറുകൾ മെയ് മാസത്തോടെ തുറക്കുകയും ഡിസംബർ മാസം അടയ്ക്കുകയും ചെയ്യും. ഇരുവശത്തേക്കുമുള്ള ജലഗതാഗതം സുഗമമാക്കാൻ ഹൈഡ്രോളിക് ലോക്കിംഗ് സിസ്റ്റമാണ് ഈ ബണ്ടിലുള്ളത്. ബണ്ടിന്റെ വടക്ക് ഭാഗത്ത് സാധാരണയായി ഉപ്പുവെള്ളവും തെക്ക് ഭാഗത്ത് ശുദ്ധജലവുമാണ് കാണപ്പെടുന്നത്. ഒരേ കായലിൽ രണ്ടു തരം ജലസ്വഭാവം നിലനിർത്തുന്ന അപൂർവ മനുഷ്യനിർമ്മിതികളിൽ ഒന്നായാണ് തണ്ണീർമുക്കം ബണ്ട് അറിയപ്പെടുന്നത്. ഈ ബണ്ടിന്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ തുരുത്തുകളുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ വേമ്പനാട് കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് മടങ്ങിപ്പോകാം. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.